Hi everybody, welcome to my YouTube channel creativediy Lincy. ഇന്ന് നമ്മൾ ഒരു wall decor ആണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പഴയ ഹെഡ്ഫോൺസിൻ്റെയോ വാച്ചിൻ്റെയോ ഒക്കെ കേസസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങളെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് കേസ് വേണം. ഇനി നമുക്ക് ഫെവിക്കോൾ വേണം, ചാർട്ട് പേപ്പർ വേണം, ബ്ലാക്ക് ചാർട്ട് പേപ്പർ, ദെൻ സ്കെയിൽ, scissors or pen knife, pencil, black pen, white pen, then കുറച്ച് acrylic colors, പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പും കൂടെ വേണം. സോ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇനി നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് കേസ് എടുക്കണം. അതിൽ നമുക്കൊരു സ്കെയിൽ വേണം, ഒരു പെൻസിൽ എടുത്തിട്ട് അതിൽ 1 സെൻറ്റിമീറ്റർ ഈച്ച് കോർണേഴ്സിൽ മാർക്ക് ചെയ്യണം. കഴിഞ്ഞിട്ട് ഈ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റ്സും കൂടെ ജോയിൻ ചെയ്യണം. നമുക്കപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് കിട്ടും. ഇനി അത് നമുക്ക് പേപ്പർ നൈഫിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം അവിടുത്തെ ആ ഫ്ലാപ്പ് ഇങ്ങനെ ആ പർട്ടിക്കുലർ ഫ്രെയിമിൻ്റെ പുറത്തായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം കറക്റ്റായിട്ടുണ്ട്. രണ്ട് സൈഡും സെയിം ആണോ നോക്കണം. അത് കഴിഞ്ഞിട്ട് ബ്ലാങ്ക് ആയതുകൊണ്ട് നമുക്കൊരു ന്യൂസ് പേപ്പർ എടുത്ത് അതിനെ 4ആയിട്ട് മടക്കിയിട്ട് അത് ഇതിൻ്റെ സൈസിൽ അത് മടക്കിയെടുക്കണം. അതിൻ്റെ ഹൈറ്റും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വെച്ച് നോക്കാം. അപ്പം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ വെക്കണം. അപ്പോൾ അത് എന്നെ ഈ സൈസിലേക്ക് ഏതാണ്ട് ഈ സൈസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ സൈസ് നോക്കണം. അപ്പോൾ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതും നേരത്തെ പറഞ്ഞ പോലെ അത് മടക്കി വെച്ചിട്ട് അക്കോർഡിംഗ്ലി കട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രെയിമിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് നോക്കണം. കറക്റ്റ് സൈസല്ലാണോ കട്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്ക് ഇത് പുറത്തെടുത്തിട്ട് ഒരു കോട്ട് എഴുതണം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒരു കോട്ട് എന്ന് പറയുന്നത് നത്തിങ് ബീറ്റ്സ് എ ഗ്രേറ്റ് സ്മൈൽ എന്ന് പറഞ്ഞ കോട്ടാണ്. അപ്പം അത് ആദ്യം ഒരു പെൻസിലിട്ട് റഫായിട്ട് എഴുതണം. ഇനി നമുക്ക് ഒരു വൈറ്റ് പെൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഫെയറായിട്ട് എഴുതാം. നമുക്ക് വേണമെങ്കിൽ ഇതൊരു വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തും വേണം എഴുതാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് പെൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതിയത്. ഇതൊരു വൈറ്റ് ജെൽ പെന്നാണ്. ഇത് നമ്മുടെ എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പിലും കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ ആ കോട്ട് കംപ്ലീറ്റ്ലി എഴുതാം. ഇനി നമുക്ക് ഇത് കുറച്ച് ഈ ലെറ്റേഴ്സ് എല്ലാം ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ കൂടെ എഴുതി കുറച്ച് ബോൾഡായിട്ടുള്ള രീതിയിൽ കൊടുക്കാം. അതിൻ്റെ ഡൗൺ സ്ട്രോക്സ് എല്ലാം കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ഭംഗിയുണ്ടാവും. ഇപ്പം അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ ബോൾഡാക്കി അങ്ങ് എഴുതുക. ഇത് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ഹാർട്ട് നമുക്ക് 2-3 ഇങ്ങനെ കൊടുക്കാം. അധികം ഓവറാക്കരുത്. ലൈറ്റായിട്ടുള്ള രീതിയിൽ ഹാർട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇപ്പം ഞാൻ അവിടെയും കൊടുത്തിട്ടുണ്ട്, താഴെ ഒരെണ്ണം, പിന്നെ ഒരെണ്ണം മുകളിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആ ഫ്രെയിമിൻ്റെ അകത്തൊന്ന് കയറ്റി നോക്കാം. അപ്പോൾ ഇത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യെസ്, ഇത് കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് ഇതിനൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി കുറച്ച് പരിപാടിയും കൂടെ ചെയ്യാം. വൈറ്റ് പേപ്പറിൻ്റെ ഒരു കൊച്ചു പീസ് എടുക്കണം. അതിൽ കുറച്ച് ഫ്ലവേഴ്സ് വരയ്ക്കണം. അപ്പം അത് ചെറിയൊരു 5 petals ഉള്ള ഒരു ഫ്ലവറാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വലുത് എന്ന് പറഞ്ഞാൽ ഫ്രെയിമിൻ്റെ ആ ഒരു സൈസിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. അത് കഴിഞ്ഞ് ഒരു കുറച്ചുകൂടെ ചെറിയത്, അങ്ങനെ നമുക്ക് ഒരു 5 ഫ്ലവേഴ്സോളം വേണം. ഇനി നമുക്കിതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കണം. അതിന് വേണ്ടി
നമുക്ക് കളേഴ്സ് എടുക്കാം. അപ്പോൾ അക്രിലിക്കിൽ ഞാൻ മജന്തയും ഒരു യെല്ലോയും കൂടാണ്. ഇത് രണ്ടും പേൾ കളേഴ്സാണ്. അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളർ മെറ്റാലിക് കളറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലീഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ആദ്യം പേപ്പർ എടുത്തിട്ട് അതിൽ നമുക്ക് മജന്ത കളർ കൊടുത്ത് അതിൻ്റെ പെറ്റൽസ് കളർ കൊടുക്കാനായിട്ടാണ് ഈ മജന്ത എടുക്കുന്നത്. പെറ്റൽസ് മുഴുവൻ അങ്ങ് ഫില്ല് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ മജന്ത കളറെല്ലാം പെറ്റൽസിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് യെല്ലോ കളർ, പേൾ യെല്ലോ കളർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ എല്ലാം മിഡിൽ കൊടുക്കണം. ഫസ്റ്റ് പെയിൻറ്റ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ബോർഡറിൽ കൂടെ ചെറിയൊരു വൈറ്റ് ബോർഡർ പോലെ ഉള്ള രീതി വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും ഒട്ടിക്കുമ്പോൾ കാണാൻ. ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ചെറുതും വലുതുമായിട്ട് നമുക്കൊരു 5 ഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് ഒരു ബോർഡറിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എല്ലായിടത്തും ഇല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പ് റൈറ്റ് കോർണറിലും താഴത്തെ ബോട്ടം ലെഫ്റ്റ് കോർണറിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഗമ്മിൽ പൂവിൽ ഗം എടുത്തിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ബോട്ടത്തിൽ താഴെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫ്ലവറും കൂടെ എടുത്തിട്ട് അതും കൂടെ അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഫ്ലവറും കൂടെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒട്ടിച്ചെടുക്കാം. ടോപ്പിലെ റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിൽ നമുക്ക് ഈ ഫ്ലവർ ഒട്ടിക്കാം. ഇവിടെ ഞാൻ 2 ഫ്ലവറേ ഒട്ടിക്കുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ അക്രിലിക് മെറ്റാലിക് പെയിൻറ്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഫ്ലവേഴ്സിൻ്റെ ലീവ്സ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ കാണുന്നത് ലീഫിൻ്റെ ഷേപ്പിൽ ആദ്യം ഒരു വള്ളി വരച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മുകളിലൊരു ലീഫ്, താഴെയായിട്ട് വേറെ ലീഫ്, വേറെ ലീഫ്, ഇടയ്ക്കെല്ലാം ഒട്ടിച്ച് അതേപോലെ തന്നെ എൻഡിലും ഈ സെയിം വേ ഒരു വള്ളി വരച്ച് അതിൽ ലീഫ് വരച്ചു കൊടുക്കാം. ഇനി മുകളിലത്തെ കോർണറിലും ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. അതേപോലെ ഒരു ഗോൾഡൻ കളർ എടുത്തിട്ട് മെറ്റാലിക്കാണ് ഈ കളറ്, അതിൽ നമുക്കൊരു ജസ്റ്റ് 2 ലൈൻ അവിടെ ഇട്ട് കൊടുക്കാം. അപ്പം അതേപോലെ തന്നെ എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ബ്ലാക്ക് മാർക്കർ പെന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ വോൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.